ഇന്നലെ മഴയൊക്കെ പെയ്തല്ലേ, പറമ്പിൽ രാവിലെ മാങ്ങയൊക്കെ വീണിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ് ഞാൻ. അപ്പോൾ ദാണ്ട കിടക്കുന്ന ഇതേപോലൊരു കുഞ്ഞു കിളി കേട്ടോ. ഇതേ കരിയില കിളിയുടെ കുഞ്ഞാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതിനൊട്ടും വയ്യാന്ന് തോന്നുന്നു. ഇതിൻ്റെ അമ്മനെ നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഇതിനെന്താ കൊടുക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ ഇതേപോലെ എടുത്തങ്ങോട്ട് വെച്ചപ്പം പുള്ളിക്കാരി കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. കുറേ സമയം കൂടെ നോക്കാം. അതിൻ്റെ അമ്മ എങ്ങനെ വരുവാണെങ്കിൽ അങ്ങോട്ടാക്കി കൊടുക്കാമല്ലോ. പിന്നെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരെ ഒന്ന് വന്നു കേട്ടോ. നമ്മുടെ കിളിക്കുഞ്ഞൂടെ വീട്ടിലിരിപ്പുണ്ടേ. ഒരാളെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയുണ്ടായിരുന്നു. വന്നപ്പോൾ പാസ് എടുക്കുന്ന സമയം കഴിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല, അമ്മ ഇത് തന്നെ. പിന്നെ ഞങ്ങൾ ചായയും ഉഴുന്നുവടയും കഴിച്ചു കേട്ടോ. കുറേ സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ആളെ കാണാനായിട്ട് പോവുകയാണേ. അങ്ങനെ പടികളൊക്കെ കയറി മുകളിൽ ചെന്നു. 2ാമത്തെ നിലയിലായിരുന്നു കിടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി കാണേണ്ട ആളിനെയൊക്കെ കണ്ടു. അതിനുശേഷം അവിടെ നിന്ന് മുകളിലത്തെ ജനാലയിൽ കൂടി താഴോട്ട് നോക്കി കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന വഴിക്ക് കുറച്ച് മയിൽപ്പീലി മേടിച്ചു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ സാധനം. ഇത് എവിടെ കണ്ടാലും ഞാൻ മേടിക്കും കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുക്കിലും മൂലയിലും ഈ ഒരു ഐറ്റം ഉണ്ടേ. അപ്പോൾ എന്നെ പോലെ മയിൽപ്പീലി ഇഷ്ടമുള്ളവരാണോ നിങ്ങളൊക്കെ? ഇഷ്ടമായി എന്നുണ്ടെങ്കിലേ മയിൽപ്പീലി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഇതേപോലെ ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.